നമസ്കാരം. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രകോപനങ്ങൾ LOCക്ക് അപ്പുറത്തു നിന്ന് മാത്രമല്ല കടലിലും അവർ ചോദിച്ചു വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പാക് കൊള്ളക്കപ്പലുകളും പാക് നേവിയും. എന്താണ് പാക്കിൻ്റെ നട്ടലൊടിക്കാനെത്തുന്ന പ്രൊജക്ട് വർഷ? ഇന്ത്യൻ നേവിയുടെ ആണവ നട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. പാക് കടലതിർത്തിയിലേക്കുള്ള കൃത്യമായ നോട്ടിക്കൽ ദൂരം അളന്ന് പാക് സൈന്യത്തിൻ്റെ പാക് നേവിയുടെ നെഞ്ചെടുപ്പ് ഉയർത്താൻ വർഷ ഉടൻ യാഥാർത്ഥ്യമാകും. അതിലേക്ക് വരും മുമ്പ് ഇന്ത്യക്ക് നേരെ മിസൈൽ അഭ്യാസം നടത്തി നോക്കിയ പാക് കപ്പലുകളോട് ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് വരെ ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ നേവി നടത്തിയത്, ഇന്ത്യൻ വ്യോമസേന നടത്തിയത് എന്താണെന്നറിയാം. പാകിസ്ഥാൻ്റെ മാപ്പർഹിക്കാത്ത നെറുകേടിന് തക്ക സമയത്ത് തിരിച്ചടിയുണ്ടാകുമെന്ന ന്യൂഡൽഹിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ്റെ കടൽ സേനയുടെ അടിത്തറ ഇളക്കുന്നതാണ്. പാക് അതിർത്തിയിലുള്ള ഇന്ത്യൻ പടക്കപ്പലുകൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ വരെ നേവൽ ഡ്രില്ലിൻ്റെ ഭാഗമായി വിക്ഷേപിച്ചാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കരുത്ത് കാട്ടിയത്. ഒന്നല്ല രണ്ടല്ല, ഒന്നിലേറെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യൻ പടക്കപ്പലുകൾ അഭ്യാസത്തിൻ്റെ ഭാഗമായി കടലിൽ തൊടുത്തുവിട്ടത്. ഒറിജിനൽ ബ്രഹ്മോസിൻ്റെ പലവിധ സൂപ്പർസോണിക് വേരിയൻറ്റുകൾ, ബാലിസ്റ്റിക് വകഭേദങ്ങൾ തന്നെയാണവ. അത് ചൈനീസ് റോക്കറ്റ് അല്ല, ബ്രഹ്മോസ് റോക്കറ്റ് തന്നെയാണെന്ന് പാകിസ്ഥാൻ നന്നായി അറിയാം. ഇന്ത്യ പാക് ശക്തിപ്പെടാൻ നടക്കുന്ന കടലിടുക്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിറച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് പടക്കപ്പലുകളും സബ്മറീനുകളും അതീവ ജാഗരൂകരാണ്. പാകിസ്ഥാൻ പടക്കപ്പലുകൾ നിലയുറപ്പിച്ചെടുത്തു നിന്നും വെറും 80 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇന്ത്യൻ പടക്കപ്പലുകളുടെ താണ്ഡവമെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം. കടലിൽ ഇന്ത്യ മിസൈൽ മഴ പെയ്യുകയായിരുന്നു. നമ്മുടെ വഴിയിൽ നിന്നും മാറി നിൽക്കുക എന്ന മുന്നറിയിപ്പോടെയാണ് ഇന്ത്യൻ കടലിൽ ഇന്ത്യൻ നേവി മിസൈൽ മഴ പെയ്യിച്ചത്. ഇന്ത്യൻ നേവിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സും പല തന്ത്രപ്രധാന ഇടങ്ങളിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മിലിറ്ററി ഡ്രില്ലുകൾ പലയിടത്തായി അരങ്ങേറി. സുഖോയ്, മിഗ്, തേജസ് യുദ്ധവിമാനങ്ങൾ ക്ഷമയോടെ എന്നാൽ വ്യക്തമായ ചാട്ടിംഗ് കൊണ്ടാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പരിശോധിച്ചത്. ഉത്തർപ്രദേശിലെ എക്സ്പ്രസ് വേ റൺവേകളിൽ ജഗ്വാർ പോർ വിമാനങ്ങൾ ഇറക്കിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ ബാക്കപ്പ് ഓപ്ഷനുകൾ പ്രവർത്തനക്ഷമമെന്ന് ആവർത്തിച്ച് പരിശോധിച്ചത്. ഇത്തരം 4 എക്സ്പ്രസ് വേ റൺവേകളാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യക്കുള്ളത്. നിർഭാഗ്യവശാൽ ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു എയർബേസിന് തകരാർ സംഭവിച്ചാൽ ഒരു തടസ്സവുമില്ലാതെ ഈ എക്സ്പ്രസ് വേകളിൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് വന്നിറങ്ങാനും പറന്നുയരാനുമുള്ള ശേഷിയുണ്ട്. ഇനി പ്രൊജക്ട് വർഷയിലേക്ക്. പ്രൊജക്ട് വർഷ എന്ന് ഇന്ത്യൻ നേവി വിളിക്കുന്ന നേവൽ ബേസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇപ്പോൾ അന്വേഷണങ്ങൾ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഭാവി ന്യൂക്ലിയർ നേവൽ ബേസ്, അടുത്ത വർഷം ഈ സബ്മറൈൻ നേവൽ ബേസ് യാഥാർത്ഥ്യമാകും. ഈസ്റ്റേൺ കമാൻഡിന് കീഴിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് 50 കിലോമീറ്റർ അകലെയുള്ള റാംബിലിയിലാണ് ഈ അത്യാധുനിക നേവൽ ബേസ് പണിതുയരുന്നത്. ഇവിടുത്തെ ആഴം ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് ഏറെ യോജ്യമായതുകൊണ്ടാണ് ഈ പ്രദേശം തന്നെ ഒരു ന്യൂക്ലിയർ നേവൽ ബേസിന് തിരഞ്ഞെടുക്കാൻ കാരണം. പക്ഷേ ശത്രുരാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടുപിടിക്കാനാകാത്ത ഇടമാണിവിടം. കടലിനടിയിലെ ബേസ് സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് പോലും ഒരു വിവരവുമില്ല ഇതുവരെ. ഇന്ത്യയുടെ ന്യൂക്ലിയർ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി പൂർണ്ണമായി നിറവേറ്റുന്ന ഒരു ഇടം തന്നെയാണിതെന്ന് ഇന്ത്യൻ നേവിക്ക് വ്യക്തതയുണ്ട്. ഇന്ത്യക്ക് നിലവിൽ 2 ന്യൂക്ലിയർ സബ്മറൈനുകളുള്ളത്. INS അരിഹിന്ദ്, പിന്നെ INS അരിഖാത്ത് എന്നിവ. മൂന്നാമത്തെ ഇന്ത്യൻ ന്യൂക്ലിയർ കരുത്തനായ INS അരിധമൻ ഈ വർഷം ഏത് സമയവും കമ്മീഷൻ ചെയ്ത് നീറ്റിറക്കാം. 4ാമത്തെ ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈൻ അത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഇന്ത്യക്ക് ഈ സബ്മറൈനുകൾ ഉള്ളിയോ പഞ്ചസാരയോ പോലുള്ള ചരക്കുകൾ കൊണ്ടുപോകാനുള്ളതല്ലെന്ന് വ്യക്തമായി അറിയാം. ശത്രുരാജ്യങ്ങൾക്ക് കനത്ത മറുപടി നൽകാനുള്ള തന്ത്രപ്രധാനമായ സബ്മറൈനുകളാണ് ഇന്ത്യയുടെ ഈ INS പടവ്യൂഹങ്ങൾ. ആണവായുധം ആദ്യം തങ്ങൾ ഉപയോഗിക്കില്ല എന്ന തത്വത്തിൽ ഇന്ത്യ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു, അതിൽ തന്നെ നിലകൊള്ളുന്നു. ഇന്ത്യ അങ്ങനെ തന്നെ ഇനിയും തുടരും. അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ പോലെ നാഴികയ്ക്ക് 100 വട്ടം ആണവായുധ ഭീഷണി മുഴക്കില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കുമുണ്ട് ഇന്ത്യയുടെ മറ്റൊരു കടുത്ത വാണിംഗ്. ഒന്നിനുമല്ല, ചൈനയുടെ ചാരക്കപ്പലുകൾ ഇന്ത്യയുടെ അതിർത്തികളിൽ ചുറ്റി സഞ്ചരിച്ച് വിവരശേഖരണം നടത്തിയത്. ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾ അത് പാകിസ്ഥാന് വേണ്ടിയാണോ അവർക്ക് വേണ്ടി തന്നെയാണോ മനസ്സിലാക്കാൻ ആയിരുന്നു ഈ ചാരപ്രവർത്തനമെന്ന് വ്യക്തതയില്ല. പക്ഷേ ചൈന ഇന്ത്യൻ നാവിക ശക്തി അളക്കാൻ ചാരപ്രവർത്തനങ്ങൾ നടത്തുകയാണ്.
ആയുധശക്തിയിൽ ചൈന ഇന്ത്യയേക്കാൾ മുന്നിലാണെങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ലോകം ഈയിടെ മനസ്സിലാക്കി കൊടുത്തതാണ് ഉക്രൈൻ റഷ്യക്കെതിരെ കാണിച്ചു കൊടുത്തത് അതുതന്നെയാണ്. ഇപ്പോഴും ഉക്രൈൻ്റെ ഡ്രോണുകൾ മോസ്കോ ലക്ഷ്യമാക്കി പറന്നു വരുന്നുണ്ട് പലതവണ. അതുകൊണ്ട് തന്നെ ഈ ആണവശക്തിയിലോ അല്ലെങ്കിൽ ആയുധശക്തിയിലോ വീമ്പ് കാട്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന് ചൈനയ്ക്കും അറിയാം. അതുകൊണ്ട് ആവർത്തിച്ച് ന്യൂഡൽഹി പറയുന്നത് ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്ന ദൃഢ തീരുമാനം ഇന്ത്യക്കുണ്ടെന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഉപയോഗിക്കേയില്ല എന്നല്ല. നോ ഫസ്റ്റ് യൂസ് എന്താണെന്ന് പാകിസ്ഥാനും ചൈനയും ഒരേപോലെ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും വ്യക്തമായ മുന്നറിയിപ്പ് ഈ അടുത്ത കാലത്ത് പുതുക്കി നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.